നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ജനങ്ങൾക്കിടയിൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഫെബ്രുവരി 4-ന് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. സ്റ്റേജ് 4 ക്യാൻസർ ചികിത്സിക്കണോ എന്ന സംശയവും ഒപ്പം വിവിധ തരം ക്യാൻസറുകളും ചികിത്സാ രീതികളുമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം സംശയങ്ങൾക്ക് മറുപടിയുമായി ചേരുന്നത് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ വരുൺ രാജാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ സ്റ്റേജ് 4 ക്യാൻസർ, അതായത് ഈ ക്യാൻസർ രോഗം സ്റ്റേജ് 4-ൽ എത്തിയിട്ടാണ് നിങ്ങൾ നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് ചികിത്സിച്ചിട്ട് കാര്യമില്ല, പിന്നീട് ഒരു ചികിത്സയും ഫലപ്രദമാകാൻ പോകുന്നില്ല എന്നുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. അതിൽ എത്രത്തോളം വാസ്തവമാണുള്ളത്? സ്റ്റേജ് 4 ക്യാൻസർ ചികിത്സിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്, ലോക അർബുദ ദിനം. അപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സ്റ്റേജ് 4 ക്യാൻസർ എന്ന് പറയുന്നത്. കാരണം ക്യാൻസറിന് പല സ്റ്റേജുകളുണ്ട്. എല്ലാവർക്കും അറിയാം, സ്റ്റേജ് 1, 2, 3, 4 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യാൻസറിന് സ്റ്റേജ് വെച്ചിരിക്കുന്നത് ആ ക്യാൻസറിൻ്റെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആണ്. അതിൻ്റെ സ്റ്റേജ് 1 എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള അസുഖമായിരിക്കാം. സ്റ്റേജ് 1ഉം 2ഉം എയർലി സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ക്യാൻസർ കുറച്ചുകൂടെ പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ക്യൂറബിളാണ്. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അസുഖം ദൂരെയുള്ള സ്ഥലത്തോട്ട് സ്പ്രെഡായിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങളിലോട്ട് സ്പ്രെഡായിരിക്കുന്നു എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് അതായത് ലങ്സിലുള്ള ക്യാൻസർ ലിവറിലോട്ട് സ്പ്രെഡ് ആയാൽ, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എല്ലിലോട്ട് സ്പ്രെഡ് ആയാൽ അതിനെ സ്റ്റേജ് 4 എന്നാണ് വിളിക്കുന്നത്. പക്ഷേ സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ആ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ അർത്ഥം ആ പേഷ്യൻറ്റിൻ്റെ അവസാന സ്റ്റേജ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം സ്റ്റേജ് 4 എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം ഇനി മരണം മാത്രമേ ഉള്ളൂ, രോഗിക്ക് ഇനി ചികിത്സയൊന്നും പറ്റില്ല എന്നുള്ളതാണ് മിക്കപ്പോഴും തെറ്റിദ്ധാരണ. കാരണം ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. തീർച്ചയായും ഡോക്ടർ, ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. പക്ഷേ പല ആളുകൾക്കും, അതായത് നമ്മൾ കണ്ടുവരുന്നതാണ്, പല ക്യാൻസർ രോഗികൾക്കും ഇത്തരത്തിൽ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ സ്റ്റേജ് 4 ക്യാൻസറിലാണ് അവർക്ക് ഈ രോഗം നിർണയിച്ചു കഴിയുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് എത്ര ചികിത്സിച്ചിട്ടും രോഗം മാറാതെയും ഉടനടി തന്നെ അവർ മരണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇത് പല തരത്തിലുള്ള ക്യാൻസറുകൾക്ക് വ്യത്യസ്തമായതുകൊണ്ടാണോ ഇങ്ങനെ, അതോ ഏത് തരം ക്യാൻസർ ആണെങ്കിലും സ്റ്റേജ് 4-ൽ ക്യൂർ ചെയ്യാൻ പറ്റും പൂർണ്ണമായും എന്നാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, അതായത് സ്റ്റേജ് 1, 2 എയർലി സ്റ്റേജ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്റ്റേജ് 3, അപ്പം സ്റ്റേജ് 3 വരെ നമുക്ക് ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. അപ്പം സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ക്യൂറബിൾ അല്ല. അതായത് നമുക്ക് ക്യാൻസർ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഡിസീസ് കൺട്രോൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. സോ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അസുഖം കൺട്രോൾ ചെയ്ത് മേ ബി രോഗിക്ക് നോർമലായി ഇനിയും വർഷങ്ങളും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞേക്കാം. പിന്നെ ഓരോ ക്യാൻസറിൻ്റെയും സ്വഭാവം പ്രത്യേകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഡിസീസ് ബയോളജി എന്നാണ് പറയുന്നത്. കാരണം ഓരോ ക്യാൻസറിൻ്റെയും രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും, ട്രീറ്റ്മെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് സ്റ്റേജ് 4 ആയതുകൊണ്ട് മാത്രം ഇന്ന ചികിത്സ ഇല്ല എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോ രോഗിയുടെയും അസുഖത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷമാണ് ചികിത്സ എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്റ്റേജ് 4 ക്യാൻസർ ചികിത്സിക്കണമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ വരുൺ രാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഈ സ്റ്റേജ് 4 ക്യാൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ ക്യാൻസർ രോഗം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും? അതിന്റെ ഒരു പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
നമുക്ക് എല്ലാ ക്യാൻസറുകളും സ്റ്റേജ് 4 ആവുന്നതിന് മുമ്പേ കണ്ടുപിടിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ബാക്കി എല്ലാ ക്യാൻസറും പോലെ തന്നെ നമുക്ക് സ്ക്രീനിങ് ആണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമുക്ക് വളരെ കുറച്ച് ക്യാൻസറുകൾ മാത്രമേ സ്ക്രീനിങ്ങിൽ കൂടെ എയർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ, അതല്ലെന്നുണ്ടെങ്കിൽ സെർവിക്കൽ ക്യാൻസർ, ലങ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, ഇങ്ങനെ ഒരു 4-5 ക്യാൻസറുകൾ മാത്രമേ സ്ക്രീനിങ്ങിൽ കൂടെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്കുണ്ടാകുന്ന ഓരോ അസുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ നമ്മളത് കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്ത് അത് വേണ്ട രീതിയിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മിക്ക ക്യാൻസറുകളും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മിക്ക ക്യാൻസറുകളും, ഉദാഹരണത്തിന് ലങ് ക്യാൻസർ, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ, അല്ലെങ്കിൽ പിത്താശയത്തിൻ്റെ ക്യാൻസർ, ഇതിനൊന്നും ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതും അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് ഇടകലർന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സാരമില്ല, അതല്ലെങ്കിൽ അല്ലെങ്കിൽ അസിഡിറ്റി ആയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ നമ്മൾ തന്നെ ചിന്തിച്ച് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് തേടാതെ പോകുമ്പോഴാണ് മിക്ക അസുഖവും ഒരു സ്റ്റേജ് 4 പോകുന്നത്. മീൻസ് ഉദാഹരണത്തിന് അതായത് ബ്ലീഡിങ് വരിക, മലദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ മലത്തിൽ കൂടെ രക്തം പോവുക. മിക്ക ആൾക്കാരും അത് പൈൽസ് ആണെന്ന് വിചാരിച്ച് ഇരിക്കാറുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാതിരിക്കുമ്പോഴാണ് അതൊരു വളർന്ന് സ്റ്റേജ് 4 എത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക് ക്യാൻസർ, ആമാശയത്തിൻ്റെ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ അസിഡിറ്റി പോലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ ആകാം അതിൻ്റെയും ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ വിശപ്പില്ലായ്ക, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് അത് സ്റ്റേജ് 4 പോകുന്നത്. അതേപോലെ സ്ത്രീകളിൽ ബ്രസ്റ്റിലുണ്ടാകുന്ന ലംബുകൾ, കാരണം എല്ലാ ലംബുകളും ക്യാൻസർ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതല്ല എന്നുള്ള കാര്യം കൃത്യമായ ടെസ്റ്റിൽ കൂടെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകളാണ് നമുക്ക് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, അതോടൊപ്പം തന്നെ ഈ സെർവിക്കൽ ക്യാൻസറൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് നേരത്തെ തന്നെ നിർണ്ണയിക്കാനും അല്ലെങ്കിൽ ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണോ? ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? നമ്മൾ സ്ത്രീകളിൽ മാമോഗ്രാമാണ് എല്ലാവരിലും പറയാറ്. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ1 എങ്കിലും മാമോഗ്രാം ചെയ്തിരിക്കണം എന്നാണ് റെക്കമെൻഡേഷൻ. അപ്പം മാമോഗ്രാമിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് റേഡിയേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാക്കാം. പക്ഷേ അതെല്ലാം അവാസ്തവമാണ്. കൃത്യമായിട്ടുള്ള നമുക്ക് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മികച്ച ടെസ്റ്റാണ് മാമോഗ്രാം. അതേപോലെ തന്നെ സ്തനം ശരിക്കും സ്വയമായിട്ടുള്ള പരിശോധനകളുണ്ട്. ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത് നമുക്ക് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ സെർവിക്കൽ ക്യാൻസറിന് പാപ്സ്മിയർ എന്ന് പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളാണ് യൂഷ്വലി സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിന്ധു ബിജു, കോട്ടയത്ത് നിന്ന്. സിന്ധു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സാറേ, എൻ്റെ നട്ടലിൻ്റെ അവിടെ 3 തടുപ്പ് പോലെയുണ്ട്. പക്ഷെ അത് എനിക്ക് വേദനയായിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇരിക്കുമ്പോൾ നമുക്ക് ആ 3 കൈ തടയുന്നുണ്ട്. ഇത് നേരത്തെ മുതലേ ഉള്ളതാണോ ഈ മുഴ? ഇല്ല, ഇപ്പൊ ഒരു 2-3 മാസം എനിക്ക് നടുവേദനയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ചപ്പം അവര് ഓർത്തോയിൽ കാണിച്ചപ്പോ അവര് ഗുളികയ്ക്ക് കുറിച്ച് തന്ന് അത് കഴിച്ചു. പക്ഷെ ഇതിന്റെ കാര്യം അവര് പറഞ്ഞിട്ട് അവര് ഒന്നും പറയുന്നില്ല. നടുവേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മിക്കവാറും നടുവിന് തന്നെ വന്നപ്പം ആ കൂടെ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതായിരിക്കാം മുഴ. മിക്കവാറും നേരത്തെ തന്നെ ഉള്ള മുഴയാകാൻ സാധ്യത. പക്ഷെ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ തൊട്ട് നോക്കുമ്പോഴായിരിക്കും അവിടെ മുഴയുള്ളതായിട്ട് നമ്മൾ അറിയുന്നത്. മേ ബി നേരത്തെ മുതലേ ഉള്ള മുഴ ആയിരിക്കാം. പക്ഷെ അത് നേരിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ സ്റ്റേജ് 4 ക്യാൻസറിനെ കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നടത്തുന്ന ചികിത്സകളുടെ പ്രാധാന്യം എത്രത്തോളമാണ്? അതോടൊപ്പം തന്നെ ആ ചികിത്സാ രീതികൾ പല ഘട്ടത്തിൽ നമ്മൾ കാണാറുണ്ട്. ഈ റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയാണ് പല ഘട്ടങ്ങളിൽ ചെയ്യാറുള്ളത്.
ഇത് തന്നെയാണോ ഈ 4ാമത്തെ സ്റ്റേജിലും ചെയ്യുന്നത്? ഇത് എങ്ങനെയൊക്കെ ഗുണകരമായ വിധം രോഗിയെ ബാധിക്കും? സ്റ്റേജ് 4 എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഡിസീസ് കൺട്രോളാണ്. നമ്മളെ കാരണം അസുഖം സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ തന്നെ പല ഭാഗത്തുണ്ടാകാം. എല്ലുകളിലുണ്ടാകാം, ലങ്സിലുണ്ടാകാം, അല്ലെങ്കിൽ ലിവറിലുണ്ടാകാം. അപ്പോൾ അസുഖം പരമാവധി കൺട്രോൾ ചെയ്ത് രോഗിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുക, അങ്ങനെ രോഗിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, കാരണം ഇനിയുള്ള ജീവിതം ബെറ്റർ ആക്കുക, അങ്ങനെ മാക്സിമം രോഗിയുടെ അതിജീവനം കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര വർഷം മുമ്പോട്ട് പോകുക എന്നുള്ളത് ഓരോ അസുഖത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ടായിരിക്കും. കാരണം ഒരു സ്റ്റേജ് 4 അസുഖം ഉള്ളൊരു രോഗി വരുമ്പോൾ നമ്മൾ ശരിക്കും ചികിത്സ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഒരു കാര്യം നോക്കിയിട്ടല്ല, കാരണം അതിൻ്റെ സ്റ്റേജ് വെച്ച് മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ചികിത്സ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്ന് രോഗിയുടെ പ്രായം, പിന്നെ രോഗിയുടെ ഹെൽത്ത്, പിന്നെ അസുഖത്തിൻ്റെ ടൈപ്പ്. ഈ അസുഖത്തിൻ്റെ ടൈപ്പിനകത്ത് തന്നെ അതിൻ്റെ, കാരണം ഓരോ അസുഖത്തിനും ഓരോ സ്വഭാവമുണ്ട്. കാരണം അതിൻ്റെ ജനിതകമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. കാരണം എന്ത് മാറ്റങ്ങളാണ് ഈ ക്യാൻസറിനെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് പഠിക്കാനുള്ള ടെസ്റ്റുകൾ ഇന്നുണ്ട്. അതിന് മോളിക്കുലാർ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷമായിരിക്കും നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ സ്റ്റേജ് 4 ക്യാൻസറുകൾക്ക് സർജറി പൊതുവേ ചെയ്യാറില്ല. മിക്കപ്പോഴും റേഡിയേഷനും നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. കൂടുതലും മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയാണ് ഉപയോഗിക്കുന്നത്. അതായത് കീമോതെറാപ്പി ആകാം, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ചികിത്സയായ ഇമ്മ്യൂണോതെറാപ്പി ആകാം, അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി ആകാം. ഇത് എല്ലാം ഓരോ അസുഖത്തിൻ്റെയും അതിൻ്റെ ഒരു ക്യാരക്ടർ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ടൈപ്പ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കീമോതെറാപ്പി മാത്രം വെച്ചിട്ടായിരിക്കാം ചികിത്സ ചെയ്യുക. എന്നാൽ വേറെ ചില ക്യാൻസറുകൾക്ക് നമുക്കിതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ടാബ്ലറ്റ് വെച്ച് മാത്രം ചികിത്സിക്കാൻ കഴിയും. അതാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും. കാരണം ഒരു ടാബ്ലറ്റും കൊണ്ട് തന്നെ വർഷങ്ങളോളം ആൾക്ക് നോർമലായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ അതല്ലെങ്കിൽ ഏറ്റവും പുതിയ ചികിത്സയായ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് അങ്ങനെ അസുഖത്തിനെ, ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ചികിത്സയാണ്. അതിന് പൊതുവേ കീമോതെറാപ്പിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്റ്റുകൾ കുറവാണ്. ഇതൊക്കെയാണ് പൊതുവേ സ്റ്റേജ് 4 ക്യാൻസറുകൾക്ക് ചികിത്സ പറയാറ്. തീർച്ചയായും ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പാലക്കാട് നിന്ന് ബിനിത. ബിനിത, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സാർ, എനിക്ക് എല്ലാ മാസവും പീരീഡ്സ് ആവുമ്പോ നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു, പെയിനും ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. സ്കാൻ ചെയ്ത ശേഷം അവര് പറഞ്ഞു വയറിനുള്ളിൽ സിസ്റ്റ് ഉണ്ട്, അപ്പൊ അത് സിസ്റ്റ് ഉള്ള കാരണം നിങ്ങൾ ഗർഭപാത്രം റിമൂവ് ചെയ്യണം പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചെയ്തിട്ടില്ല. അപ്പൊ ഈ സിസ്റ്റ് നമുക്ക് ഗർഭപാത്രം റിമൂവ് ചെയ്യാതെ തന്നെ ഈ സിസ്റ്റിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് സാർ? സിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഓവറിയിലാകാനാണ് സാധ്യത. കാരണം സാധാരണ സിസ്റ്റ് ഉണ്ടാകുന്നത് ഓവറി അല്ലെങ്കിൽ അണ്ഡാശയത്തിലാകാം. പ്രായം എത്രയുണ്ട് ഇപ്പോൾ? 40. നമ്മൾ ശരിക്കും അണ്ഡാശയത്തിൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആക്ച്വലി സ്കാൻ പ്രകാരം നമുക്ക് കുറച്ച് സൂചനകൾ കിട്ടും. അത് സിമ്പിളായിട്ടുള്ള സിസ്റ്റാണോ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണോ, ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ. അതോടൊപ്പം ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ക്യാൻസർ ആകാനാണ് കൂടുതൽ സാധ്യതയെന്നുണ്ടെങ്കിലാണ് നമ്മൾ യൂഷ്വലി സർജറി തന്നെ പറയാറുണ്ട്. പക്ഷേ അത് ഒരു സിസ്റ്റ ആയതുകൊണ്ട് മാത്രം ക്യാൻസർ ആകണം എന്നില്ല. ഈ സ്കാനും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടാണ് നമുക്കത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. തീർച്ചയായും വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, പൊതുവെ ഈ ക്യാൻസർ രോഗം വന്ന് ചികിത്സിച്ച് ഭേദമായതിനു ശേഷം പൂർണ്ണ രീതിയിൽ ക്യാൻസർ മുക്തമായി എന്ന് നമുക്ക് ഒരു തവണ ക്യാൻസർ വന്ന രോഗിയെ പരിശോധിക്കുമ്പോൾ പറയാൻ സാധിക്കുമോ? അതോ ഈ പല ഘട്ടങ്ങളിലും പല ആളുകളിൽ നമ്മൾ കാണാറുണ്ട്, ചികിത്സിച്ച് ഭേദമായി എന്ന് കരുതിയതിനു ശേഷവും വീണ്ടും ക്യാൻസർ വരുന്ന ഒരു അവസ്ഥ. ഇത് ചികിത്സയ്ക്ക് ശേഷമുള്ള കരുതൽ പൂർണ്ണമായി നടക്കാത്തത് കൊണ്ടാണോ, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, അതോ വീണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടാണോ? ഇതിനകത്തൊക്കെ ശരിക്കും ക്യാൻസറിൻ്റെ സ്റ്റേജിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്റ്റേജ് 1 ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചികിത്സയിൽ കൂടെ തന്നെ അസുഖം പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യത 90% കൂടുതലുണ്ട്.
അങ്ങനെയുള്ള ആൾക്കാരിൽ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3 ഒക്കെ ആകുമ്പോൾ പിന്നെ അസുഖം തിരിച്ചു വരാനുള്ള റിസ്ക് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റേജിൻ്റെ പ്രാധാന്യം. പിന്നെ ഏത് ക്യാൻസറുകളും യൂഷ്വലി നമ്മൾ അസുഖം ചികിത്സിച്ച് ഭേദമായാൽ പോലും, അതായത് സർജറി കീമോ ഒക്കെ ചെയ്തതിന് ശേഷം പോലും ഒരു ചെറിയ റിസ്ക് ഉണ്ട് തിരിച്ചു വരാൻ വേണ്ടി. അതെപ്പോഴും അതിൻ്റെ സ്റ്റേജ് വെച്ചിട്ടായിരിക്കും ആ റിസ്കിൻ്റെ അളവും കൂടും. അപ്പം യൂഷ്വലി ആദ്യത്തെ 2 വർഷമാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. അപ്പോൾ ആദ്യത്തെ 2 വർഷം നമ്മൾ ചെക്കപ്പ് സ്ട്രിക്റ്റായിട്ട് ചെയ്യിക്കാറുണ്ട്. പിന്നീട് 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ആക്ച്വലി 6 മാസത്തിൽ ഒരിക്കലൊക്കെ കണ്ടാൽ മതി എന്ന് പറയും. പക്ഷേ അപ്പോഴും റിസ്ക് ഉണ്ട്, 0 ആകുന്നില്ല നമ്മുടെ റിസ്ക്. യൂഷ്വലി ഒരാൾ ക്യാൻസർ മുക്തമായി എന്ന് പറയുന്നത് ഒരു 5 വർഷം കഴിയുമ്പോഴാണ്. പക്ഷേ വിരളമായിട്ട് ചില ക്യാൻസറുകൾ 5 വർഷം കഴിഞ്ഞും യൂഷ്വലി തിരിച്ചു വരാറുണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസറുകളാണ്. പക്ഷേ സാധാരണയുള്ള മിക്ക ക്യാൻസറുകളും 5 വർഷത്തിന് ശേഷം പിന്നെ തിരിച്ചു വരുന്നത് കാണാറില്ല. ഡോക്ടർ, അതേസമയം തന്നെ ഈ ക്യാൻസറിനെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? പൂർണ്ണമായും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ക്യാൻസർ വരുന്നത് തടയാൻ സാധിക്കുമോ? നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇന്നത്തെ കാലത്ത് ക്യാൻസർ കൂടുന്നതിന് വലിയൊരു കാരണം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്യാൻസറിൻ്റെ അളവ് കൂടിക്കൂടി വരുവാണ്. നമ്മുടെ ജീവിതശൈലിയായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലായ്ക, ദെൻ സ്ത്രീകളാണെങ്കിൽ കല്യാണം കഴിക്കുന്ന പ്രായം, പിന്നെ കുട്ടികളുടെ എണ്ണം, മുലപ്പാൽ കൂട്ട്, ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ. കാരണം മിക്ക ക്യാൻസറുകളും മൾട്ടി ഫാക്ടോറിയലാണ്. മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ വരുന്നത്. അല്ലാതെ ഒരു കാര്യം കൊണ്ട് മാത്രം ഒരിക്കലും ക്യാൻസർ ഉണ്ടാകാറില്ല. അപ്പോൾ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏർലി ഡിറ്റക്ഷനിലാണ്. ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ്ങും പീരിയോഡിക്കലായിട്ട് ഹെൽത്ത് ചെക്കപ്പും ഒക്കെ സ്ട്രിക്റ്റ് ആണെന്ന് എല്ലാവരും പറയാനുള്ള കാര്യം. ശരി ഡോക്ടർ, നമുക്ക് ഒരു വളരെ സുപ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു നിമിഷം വന്നതുകൊണ്ട് ഡോക്ടർ ക്യൂ ഇവിടെ നേരത്തെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ബുള്ളറ്റിനുമായി ചേരും. പ്രശസ്ത സംഗീതജ്ഞ